എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെ സംസ്ഥാനത്ത് നടന്ന SFI സമരങ്ങൾ നോക്കിയാൽ നമുക്ക് ആത്യന്തികമായി ചില കാര്യങ്ങൾ മനസ്സിലാകും. നിങ്ങൾ ആ വീഡിയോകൾ, ഈ സമരത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 8 റൗണ്ട് ജലഭീരങ്കി ഉപയോഗിച്ചിട്ടും പെൺകുട്ടികൾ ഉൾപ്പെടെ പിരിഞ്ഞു പോകാതെ നിൽക്കുക. 8 റൗണ്ട്. വെറും വെള്ളമൊന്നുമല്ല ഈ വരുൺ എന്ന് പറയുന്ന ജലഭീരങ്കി മിഷനിൽ നിന്ന് അടിക്കുന്നത്. അത് പെലാർഗോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം, PAVA എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഇതിൻ്റെ ഇടയ്ക്ക് ഡിറ്റർജൻറ്റ്, പതവരൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മേത്ത് വീണാൽ ചൊറിച്ചിലും നീറ്റലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ചൊറിച്ചിലും നീറ്റലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകാനുള്ള വിവിധങ്ങളായ കെമിക്കൽ ചേർന്ന വെള്ളം ഇത്രയും അതിശക്തമായ പ്രഷറോടുകൂടി അടിച്ചിട്ട് 8 റൗണ്ട് അടിച്ചിട്ട് പോലും പെൺകുട്ടികൾ ഉൾപ്പെടെ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ഈ സമരം നടത്തിയത് വയനാട്ടിൽ ആ പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ അവിടെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് സമരം നടത്തിയതൊന്നും അല്ലല്ലോ. SFI പിള്ളേർ ഇത്രയും തീഷ്ണത വരാൻ, അല്ലെ ഇത്രയും തീവ്രത വരാൻ, അല്ലെങ്കിൽ ആ നിതിൻ രാജിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തതൊന്നും അല്ലല്ലോ. അവരും വിദ്യാർത്ഥികളായിരുന്നല്ലോ. അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് ഹോസ്റ്റലിൽ കോമ്പസിന് കുത്തിക്കിഴിച്ച ഒരു കേസുണ്ട്. ആ കുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ 8 റൗണ്ട് കഴിഞ്ഞിട്ടും പെൺകുട്ടികൾ ഉൾപ്പെടെ പിടിച്ചു നിൽക്കുക. അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ, ഹിന്ദിയ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ സമരം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സമരക്കാർക്ക് ഇത്രയും വാശി വരാനുള്ള കാരണം എന്താണെന്നോ. ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് മുഖം നോക്കാതെ കൃത്യമായിട്ട് നടപടികൾ എടുക്കുകയാണെങ്കിൽ ആ നടപടി ഓരോ സമരത്തിലും ഒരു 4-5 ചെറുപ്പക്കാർക്കെതിരെ, 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി പോയി കിടന്ന് കളിക്കുന്ന കൂടുതലും, ഒരു 4 പേർക്കെതിരെ എടുക്കേണ്ട പോലെ കേസെടുത്താൽ കൃത്യമായിട്ടും ഈ പിള്ളേരുടെ ഭാവി പോകും. കാരണം പൊതുജന ജീവിതം സ്തംഭിപ്പിക്കുന്നുണ്ട് ഈ സമരം. 2 പൊതുമുതൽ നശിപ്പിക്കുന്നുണ്ട്. ബാരിക്കേഡൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുലുക്കി പോലീസിൻ്റെ നേരത്തോട്ട് അങ്ങ് ഇടിച്ച് കയറുക, അതെല്ലാം കേസെടുക്കാവുന്ന വകുപ്പുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, അക്രമം, അടിപിടി, കല്ലേറ്, കുപ്പിയേറ്, മൊട്ടയേറ്, ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്യുമ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യും, നാളെ നിങ്ങളും ചെയ്യുമല്ലോ എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ അക്രമവും അടിപിടിയും നടക്കുന്നത്. അതേസമയത്ത് എടുക്കേണ്ട പോലെ കേസെടുത്ത്, ഒത്തിരി പേരുടെ പേരിൽ എടുക്കരുത്, ഒരു 3-4 പേരുടെ കയറി കേസെടുത്ത് ചാർജ് ചെയ്ത് കോടതി കൊണ്ടുപോയാൽ അത് ജാമ്യം കിട്ടാത്തതും കൂടെ വകുപ്പാണെന്നുണ്ടെങ്കിൽ അകത്ത് പോയിക്കോളും. അങ്ങനെ പോയാൽ അങ്ങനെ ഒരു 3-4 എണ്ണം ചെന്ന് കഴിയുമ്പോൾ അതോടുകൂടി സമരത്തിൻ്റെ കളി മാറും. ശരീരം നൊന്ത് കഴിയുമ്പം വ്യക്തിപരമായി ഇത് പണി കിട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ ഒരുമാതിരിപ്പെട്ടവനെല്ലാം മാറും. ഇപ്പം അങ്ങനെ മാറുന്നില്ലെങ്കിൽ ഈ സംഘടനയുടെ ധാർഷ്ട്യമായി ഇതിൻ്റെ പുറകിലുള്ളത്. നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പല കുട്ടികളും സാധു കുടുംബത്തിലെ കുട്ടികളാണ്, പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളാണ്. അപ്പോൾ തല്ലുകൊള്ളാനും പോലീസിൻ്റെ തല്ലുകൊള്ളാനും ഈ ജലപീരങ്കി അടി മേടിക്കാനും ഒക്കെ ഇതിൻ്റെ മിന്ന നിൽക്കുന്നതൊക്കെ സാധു കുടുംബങ്ങളിലെ, പിന്നോക്ക വിഭാഗങ്ങളിലെ, SC/ST കുടുംബങ്ങളിലൊക്കെ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഭാവി, അങ്ങനെയുള്ള കുട്ടികളോട് തന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ ഏതെങ്കിലും മന്ത്രിമാരുടെയോ മക്കൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തല്ലുകൊള്ളുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരും അവരുടെ മക്കളുടെ പേരും പറയാം. PK ശ്രീമതിയുടെ മകൻ്റെ പേര് PK സുധീർ എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അയാൾ മുൻ KSCBയുടെ ഡയറക്ടറായിരുന്നു, ഇപ്പോൾ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾ രാഷ്ട്രീയക്കാരനാണോ? ഈ PK ശ്രീമതിയുടെ മകൻ കേരളത്തിലെ SFIയുടെ നേതാക്കന്മാർ അല്ലെ SFIയുടെ പിള്ളേരോട് ചോദിക്കട്ടെ, ഈ PK ശ്രീമതിയുടെ മകൻ എവിടെയാലും ഒരു സമരത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് MA ബേബിയുടെ മകൻ്റെ പേര് അശോക് ബെറ്റി നെൽസൺ എന്നാണ്. ഇങ്ങനെ എവിടെയെങ്കിലും പോയി പോലീസിൻ്റെ മുന്നിൽ നിന്ന് ജലപീരങ്കി കടി കൊള്ളുന്നതോ എവിടെയെങ്കിലും പോയി നിന്ന് തല്ലുകൊള്ളുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി KN ബാലഗോപാലന് 2 മക്കളാണ് ഉള്ളത്, ഒന്ന് ശ്രീഹരി, ഒന്ന് കല്യാണി.
ഇവർ രണ്ടുപേരും ഏതെങ്കിലും സമരമുഖത്ത് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് എൻ സ്വരാജ്, അങ്ങേർക്ക് പിന്നെ മക്കളില്ല. ഇനി പി രാജീവ്, വ്യവസായ മന്ത്രി, പുള്ളിയുടെ മക്കളുടെ പേര് ഹൃദയ, ഹരിത. ഇവരെവിടെയെങ്കിലും മുന്നിൽ നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും എസ് എഫ് ഐയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് കീച്ചുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തത് എം പി രാജേഷ്. എം പി രാജേഷിൻ്റെ മക്കളുടെ പേര് നിരഞ്ജന, പ്രിയതത എന്താ. ഈ പിള്ളേർ എവിടെയെങ്കിലും യൂണിയൻ്റെ മുന്നിൽ കൊടിയും പിടിച്ചു നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി വി എം വാസവന് 2 മക്കൾ, ഗ്രീഷ്മ, ഹിമ. ഈ പിള്ളേർ എവിടെയെങ്കിലും നിന്ന് തല്ലുകൊള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രന് 2 മക്കൾ, അരുണ്, അനൂപ്. ഏതെങ്കിലും പാർട്ടിയുടെ തലപ്പത്തുണ്ടോ ഇവർ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എസ് എഫ് ഐക്കാർ പറ ഉണ്ടെന്ന്. അടുത്ത വി എസ് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ്റെ മകൻ്റെ പേര് ഡോക്ടർ വി എ അരുൺകുമാർ എന്ന. അവൻ തല്ലാനും തൊഴിക്കാനും ഒന്നും പോയില്ല, അവൻ പോയി മാന്യമായിട്ട് പഠിച്ചു. മകളുടെ പേര് വി വി ആഷ. ഇവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരാണോ? എസ് എഫ് ഐക്കാർ നിങ്ങൾ ചിന്തിച്ചേ. ഇനി പിണറായി വിജയൻ്റെ 2 മക്കൾ, വീണ വിജയനും വിവേക് വിജയനും. ഇവർ രണ്ടുപേരും രാഷ്ട്രീയക്കാരല്ലല്ലോ, ഇവർ തല്ലുകൊള്ളാനൊന്നും വഴിയില്ല. അടുത്തത് ഇ കെ നായനാർ. ഇ കെ നായനാരുടെ മക്കൾ കൃഷ്ണകുമാർ, പ്രവീണ്, ഇഷ. ഇവരാരും രാഷ്ട്രീയക്കാരല്ല. ഇനി ഇ എം എസ്, താത്വിക ആചാര്യൻ്റെ മക്കൾ ഇ എം ശ്രീധരൻ, ഇ എം ശശി, മാലതി, രാധ. ഇവരൊന്നും രാഷ്ട്രീയക്കാരല്ല. എന്തുകൊണ്ട് അങ്ങനെ ആകുന്നില്ല? ഇനി കോടിയേരി, ബിനീഷ് കോടിയേരി, ബിനോയ് കോടിയേരി. ഇവരാരും രാഷ്ട്രീയക്കാരല്ല. ബിനീഷ് ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുന്നതല്ലാതെ പുള്ളി പക്ക ഒരു ബിസിനസ്സുകാരനാണ്. ഇനി ആൾക്കാരെല്ലാം പറയുന്ന ഒരാളുണ്ട്, ഹിക്ക. നമ്മൾ അനർഗളമായ ഇംഗ്ലീഷ് കൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റ് സംഭിപ്പിക്കുന്ന ഹിക്ക. ശശി തരൂർ പോലും നാണം കെട്ട് നിൽക്കും ചില സമയത്ത് ഇങ്ങേരുടെ ഇംഗ്ലീഷ് കേട്ടിട്ട്. ഈ പുള്ളിയുടെ പേരാണ് എ എ റഹീം. ഇങ്ങേർക്ക് 2 മക്കളാണ് ഉള്ളത്. ഒരുത്തൻ്റെ പേരെന്നാണെന്നറിയോ? ഗുൽനാറിൻ. വേറൊരുത്തൻ്റെ പേരാ ഗുൽമോഹൻ. ഇതന്നെ ഇങ്ങനെ ഗുൽനാറിനും ഗുൽമോഹൻ എന്നൊക്കെ പേരന്വേഷിച്ച് പോകുമ്പം ഗുൽനാറിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാതളപ്പൂ. പിന്നെ ഗുൽമോഹൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വാഗപ്പൂ. ഈ 2 പൂക്കളും നല്ല 1ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുക. ഇവിടെ സാധാരണക്കാരൻ്റെ മക്കൾ പൂക്കൾ പോയി കിടന്ന് തല്ല് മേടിക്കുക. കാപ്പിപ്പൂവും പിന്നെ കമ്മ്യൂണിസ്റ്റ് പൂവും ഒക്കെ പോയി കിടന്ന് തല്ല് മേടിക്കുക. ഇവന്മാർ ഡീസൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് കണ്ടായിരുന്നോ, അയാൾ പിള്ളേരെ വിളിച്ച് അടി മേടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് അയാൾ എസ്കേപ്പായി. ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോണ്ടല്ലോ 74 ക്രിമിനൽ കേസിൽ പെട്ടവനാ ഈ എ എ റഹീം. 74. ഇനി അടുത്തത് എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദന് 2 മക്കളാ, ശ്യാംജിത്ത്, രഞ്ജിത്ത്. എല്ലാം രാഷ്ട്രീയക്കാരാണോ? നിങ്ങൾ നോക്കിക്കേ. അടുത്ത എം എം ലോറൻസ്. എം എം ലോറൻസിൻ്റെ മക്കൾ സുജാത, എം എൽ എബ്രാഹാം, എം എൽ സജീവൻ. ഇവരാരും ഈ പരിപാടിക്കകത്തില്ല. ഇനി ശിവൻകുട്ടിയുടെ മകൻ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാ, ഈ പണിക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോണം. ഈ നേതാക്കന്മാരുടെ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ല യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ മക്കൾ തല്ലുകൊള്ളുന്നില്ലെങ്കിലും അവർ ഇപ്പോൾ ഈ പുതിയ മന്ത്രിസഭയ്ക്കകത്ത് മിക്ക മന്ത്രിമാരും പഴയ നേതാക്കന്മാരുടെ മക്കളാണ്. എന്നാൽ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഒറ്റയാളുടെ മക്കളും ഇതിനകത്തില്ല. കാരണം അവർക്ക് നേതാക്കന്മാർക്ക് അറിയാം ഇത് ഒത്തിരി കാലം മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല, ഈ തട്ടിപ്പും വെട്ടിപ്പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഒത്തിരി കാലം പോവുകയില്ല. അതുകൊണ്ട് അവരുടെ മക്കളെ സുരക്ഷിതമാക്കി. എസ് എഫ് ഐക്കാർ ഓരോരുത്തരോടും പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ നിങ്ങളെ പാടത്തും പറമ്പിലും കൂലിപ്പണിയെടുത്ത് വളർത്തിക്കൊണ്ട് വന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നഷ്ടം വരാനുള്ളൂ. ഇവന്മാർ ഒറ്റയൊരുത്തനും ഇവന്മാരുടെ മക്കളെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അവരിതിൻ്റെ പേര് കാശുണ്ടാക്കി മക്കൾക്ക് ആവശ്യത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. എസ് എഫ് ഐക്കാർ പിള്ളേർ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നു ഇതോ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ തീർത്ത് പറയുക, ഈ ഓപ്പറേഷൻ തൂഫാന്, ഓപ്പറേഷൻ കൊടുങ്കാറ്റ് അങ്ങോട്ട് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഇതിൻ്റെ തലപ്പത്ത് രാഷ്ട്രീയക്കാരും, അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരും സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരിലെ വലിയ കുഞ്ഞച്ചന്മാരുമാണെന്ന് അന്വേഷിക്കുമ്പം ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തൂ ഇംഗ്ലീഷിൽ പറയാം, റാൻ ആയി മാറരുത്. അവിടെ കൊണ്ട് പരിപാടി തീരരുത്. രമേശ് ചെന്നിത്തലയോടും പറയട്ടെ, അതങ്ങനെ ആകരുത്. അതുകൊണ്ട് കേരളത്തിലെ കുട്ടികളോട് ഓരോരുത്തരോടും പറയുക, ഈ രാഷ്ട്രീയം മുന്നോട്ട് പോവില്ല. ഇങ്ങനെ ഈ കെട്ട രാഷ്ട്രീയം കേരളത്തിൽ മുന്നോട്ട് പോവില്ല. പൊതുമുതൽ നശിപ്പിച്ച് നിങ്ങളുടെ ഭാവി നശിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകം മുഴുവൻ തകർന്നു പോയ ഒരു തത്വ സംവിധാനത്തിൻ്റെ പേരിൽ ഇത് മുന്നോട്ട് പോവില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ സംസ്ഥാനത്ത് വ്യക്തിപരമായി കുഞ്ഞുങ്ങൾ പഠിച്ച് ജോലി നേടി അവരുടെ ഭാവി സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഒരാർജവമുള്ള ഗവൺമെൻറ് നിൽക്കേണ്ട പോലെ എടുക്കേണ്ട പോലെ 4 കേസ് വീതം എടുത്തകത്തോട്ട് വിടാൻ തുടങ്ങിയാൽ അതോടെ തീരും ഈ വീര്യമൊക്കെ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൃത്യമായിട്ടും ഓർത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ വലിയ പാർട്ടി CPM-ൻ്റെ നേതാക്കന്മാരുടെ ഒറ്റയൊരുത്തരുടെ മക്കൾ ഇതിനകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നേതാക്കന്മാർക്ക് മനസ്സിലായത് അണികൾ മനസ്സിലാക്കിയാൽ
കുഞ്ഞുമക്കളുടെ ഭാവി നല്ലതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.